നമസ്കാരം. പിണറായി വിജയനെതിരെ പോരാടി എന്നുള്ളതിൻ്റെ പേരിൽ, പിണറായി വിജയനെതിരെയുള്ള സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ, പിണറായി വിജയനെ നാട്ടിൽ പോലും പോയി വെല്ലുവിളിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു BJP നേതാവിനെ വെട്ടിമാറ്റുന്നതിൻ്റെ കൃത്യമായ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ആരുമല്ല, നമുക്കറിയാം, ഝാൻസി റാണി, BJPയിലെ ഝാൻസി റാണി എന്നൊക്കെ BJP പ്രവർത്തകർ ആവേശത്തോടെ വിളിക്കുന്ന ശോഭാജിയാണ്, ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രനോട് എന്താണ് BJPക്കാർക്ക് ഇത്ര കലിപ്പ്? ആ പാർട്ടിക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പാടും ത്യാഗങ്ങളും ചെയ്തിട്ടുള്ള ഒരു നേതാവ് മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഭരണകൂടത്തിനെതിരെ പോരാടുന്ന ആ നേതാവിനെ ഏത് തരത്തിൽ ഒതുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പോലും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഈ നേതാവിനെ വെട്ടിമാറ്റി ഏറ്റവും ഇല്ലാതാക്കിയതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ശോഭാ സുരേന്ദ്രൻ മത്സരത്തിനിറങ്ങുന്നത് വടക്കാഞ്ചേരിയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വടക്കാഞ്ചേരിയിൽ BJPക്ക് വോട്ട് പോലുമില്ലാത്ത സ്ഥലത്ത് വലിയ തോതിലുള്ള കുതിച്ച കയറ്റമാണ് ഉണ്ടാക്കിയത്. രണ്ടാമത് പാലക്കാട്ടേക്കാണ് അവരുടെ തേരോട്ടം തുടങ്ങിയത്. പാലക്കാട്ട് ആദ്യമായി BJPക്ക് ശക്തമായ അടിത്തറ പാകിക്കൊണ്ട്, അവിടെ ഇളക്കി മറിച്ചുകൊണ്ട് വലിയ വോട്ട് ഷെയറാണ് അവിടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് ശോഭാ സുരേന്ദ്രൻ നേരെ കഴക്കൂട്ടത്തേക്ക് ഇടുന്നത്. കഴക്കൂട്ടത്ത് എന്താണ് ഉണ്ടായത് നമുക്കറിയാമല്ലോ. കഴക്കൂട്ടത്ത് മത്സരിക്കുമ്പോൾ അവിടെ മുരളീധരൻ്റെ സീറ്റാണെന്നൊക്കെയാണ് മുരളീധരൻ പറഞ്ഞു. മുരളീധരൻ ജനിച്ചും വളർന്നു അവിടേക്കാണെന്നുള്ള രൂപത്തിലാണ് വി മുരളീധരൻ പറഞ്ഞ നടക്കുന്നത്. കഴിഞ്ഞ തവണത്തെ നിയമസഭാ ഇലക്ഷനിൽ മുരളീധരൻ്റെയും K സുരേന്ദ്രൻ്റെ ആളുകൾ ക്രൈമിനെ സമീപിക്കുകയും ക്രൈമിന് വളരെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ നൽകുകയുണ്ടായി. അത് സത്യസന്ധമാണെന്ന് വിശ്വസിക്കുന്ന ശബ്ദരേഖയാണ് ശോഭാ സുരേന്ദ്രൻ്റേതായിട്ട് വന്നത്. എന്നാൽ ആ ശബ്ദരേഖ ക്രൈം പ്രസിദ്ധീകരിച്ചത് ആ ശബ്ദം കറക്റ്റാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർ തന്ന വിവരങ്ങൾക്കനുസരിച്ച് അവരുടെ ഭർത്താവായ ശോഭാ സുരേന്ദ്രൻ്റെ ഭർത്താവായ മോഹൻദാസ് സ്വന്തം ഭാര്യയുമായി നടത്തിയ നിയമയുദ്ധത്തിൻ്റെ ഭാഗമായി ചെന്നൈയിൽ നിന്നും വന്ന ഒരു അഭിഭാഷകൻ ഇവിടെ നിന്ന് പത്രസമ്മേളനം നടത്തി. അതിൻ്റെ തെളിവുകളും വെച്ചിട്ടാണ് ക്രൈം ആ വാർത്ത പ്രസിദ്ധീകരിച്ചത്. യഥാർത്ഥത്തിൽ വി മുരളീധരനെ K സുരേന്ദ്രനെയും ആളുകൾ പ്ലാൻ ചെയ്ത് ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാനുള്ള പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്തത്. യഥാർത്ഥത്തിൽ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ശോഭാ സുരേന്ദ്രൻ എന്നെ നേരിട്ട് കാണുകയും നിങ്ങൾ ചെയ്ത വാർത്തകൾ സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ ഉറച്ചുന്നോളൂ. ഇപ്പോൾ ഏകദേശം 4 മില്യൺ ആളുകൾ ആ വാർത്തകൾ കണ്ടിട്ടുണ്ട്. അത്രയും ജനങ്ങൾ, ഏറ്റവും അധികം ആളുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. 10-25,000 ഷെയർ, അതേപോലെ 10-50,000 അതിന് കമൻറ്റുകൾ വന്ന ആ വാർത്ത സത്യസന്ധമാണോ എന്ന് പരിശോധിക്കുക. ഞാൻ തരുന്ന കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കണം. പരിശോധിച്ച് ശരിയാണെങ്കിൽ അത് ഒഴിവാക്കി തരണം എന്നാണ് എൻ്റെ അടുത്ത് വന്ന് അവർ റിക്വസ്റ്റ് ചെയ്തത്. ഒരു മാന്യതയോടുകൂടി, യാതൊരു ധിക്കാരവുമില്ലാതെ പത്രപ്രവർത്തകർ അവരുടെ ധർമ്മം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ എന്താണ് ചെയ്തത്, ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴാണ് BJP നേതാവായ കണ്ണനും അതേപോലെ അവരുമായി നിന്ന് പ്രവർത്തിച്ച ഒരു സഹപ്രവർത്തക ലേഡിയും കൂടി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇതേപോലുള്ള ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് കർണാടകയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ആ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രനെ കൊടുക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയ ഒരു സംഭാഷണമാണ്, ഓഡിയോ ആണ്, അവരുടെ ശബ്ദ സംഭാഷണമാണ് എനിക്കെത്തിച്ച് വി മുരളീധരൻ്റെ ആളുകളും K സുരേന്ദ്രൻ ആളുകൾ എത്തിച്ചതെന്നത്. ഞാനത് പബ്ലിഷ് ചെയ്തത് വളരെ തെറ്റായിപ്പോയി എന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ഞാൻ അവരുമായി നേരിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആലപ്പുഴയിൽ പോയി എടുക്കുകയും ആ ഇൻ്റർവ്യൂവിൽ ഒരു ഭാഗത്ത് അവർ എന്നോട് പറയുമ്പോൾ ഞാൻ കൃത്യമായി മാപ്പ് പറയുകയും ചെയ്തു. അത് അവർക്ക് കഴിഞ്ഞ തവണ ഇലക്ഷനെല്ലാം ഉപയോഗിച്ച് എനിക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള മനസ്സാണ് ഒരു പത്രപ്രവർത്തകന് വേണ്ടത്. നമുക്കറിയാം ഇവിടെ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുള്ള ആളുകളാണുള്ളത്. ഉമ്മൻചാണ്ടിയെ എന്താക്കി മാറ്റി, പെണ്ണ് പിടിയാനാക്കി മാറ്റിയ പത്രക്കാരല്ലേ. എന്നിട്ട് എന്തെങ്കിലും മാപ്പ് പറഞ്ഞോ? ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത കളങ്കമുണ്ടാക്കി വെച്ച സംഭവത്തിന് ഇന്നേ ഇവരൊരു മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? സരിതാ നായരുടെ ഇല്ലാത്ത 5 പേജിൻ്റെ പേരിൽ ഇൻ്റർവ്യൂ നടത്തി അവർ നടത്തിയിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ ജീവിതത്തിൽ മറക്കാൻ പറ്റുമോ? ആ സാധു മനുഷ്യന് പിന്നീട് എന്തുണ്ടായി? അപ്പോഴും ഏഷ്യാനെറ്റ് മാപ്പ് പറഞ്ഞിട്ടില്ല. ഇതേപോലെ തന്നെയാണ് ചാരക്കേസിൽ ഒരു സയൻറ്റിസ്റ്റിനെ ഇല്ലാതാക്കിയ എല്ലാവരും കൂടിയാണ്.
അതിൽ ഏഷ്യാനെറ്റാണ് അതിൻ്റെ സത്യാവസ്ഥ കൊണ്ടുവന്നത്. അതേപോലെ സാവി മാഗസിൻ്റെ കേരള കറസ്പോണ്ടൻ്റായിരുന്ന രാജശേഖർ നായരാണ് ഒരു പുസ്തകം തന്നെ എഴുതി ഇത് കള്ളമാണ് തെളിച്ചത്. അവസാനം വാദി പ്രതിയാകേണ്ടി വന്നു. അത് കാലഘട്ടത്തിൻ്റെ ഒരു കാവ്യനീതി എന്ന് കരുതാം. അതിലൊക്കെ തന്നെ മാപ്പ് പറഞ്ഞ ഏതെങ്കിലും പത്രക്കാരുണ്ടോ? എന്നാൽ എന്നെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ച കെ സുരേന്ദ്രനെ വി മുരളീധരൻ്റെ ആളുകളെ കാര്യത്തിൽ ഞാൻ കൃത്യമായ നിലപാടെടുത്തു. എനിക്ക് തെറ്റുപറ്റി, ക്ഷമ ചോദിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിന് കാരണം എന്നെ തെറ്റിദ്ധരിപ്പിക്കാവുന്ന ശോഭാ സുരേന്ദ്രൻ്റെ ശബ്ദം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഒരു ശബ്ദ സംഭാഷണം ഉണ്ടാക്കിയെടുത്തത്. ആ ശബ്ദ സംഭാഷണം എന്നെക്കൊണ്ട് ഞാൻ പ്രക്ഷേപണം ചെയ്തത് ആ ശബ്ദം ശരിയാണെന്ന് വിശ്വസിച്ചിട്ടാണ്. മാത്രമല്ല തിരുവനന്തപുരത്ത് ഒരാൾ പത്രസമ്മേളനം നടത്തിയത് കൊണ്ടാണ്. അപ്പോൾ ആ റെഫർ ചെയ്തുകൊണ്ട് പ്രസിദ്ധീകരിച്ച സംഭവം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ശോഭാ സുരേന്ദ്രനോട് മാപ്പ് പറഞ്ഞു പരസ്യമായിട്ട്. അതാണ് എൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. തെറ്റുപറ്റാത്ത ആരുമില്ല. കാരണം നമ്മൾ സത്യമാണെന്ന് വിശ്വസിച്ച് ഉത്തമ വിശ്വാസത്തിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ആരെയും അപകീർത്തിപ്പെടുത്താൻ ഇന്നേ വരെ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് കഴക്കൂട്ടത്ത് തോൽക്കാൻ കാരണം ഞാൻ പ്രസിദ്ധീകരിച്ച എൻ്റെ വീഡിയോ ആണ്. അത് ലക്ഷക്കണക്കിന് ആളുകൾ BJP തന്നെയാണ് ഒരു ഭാഗം ആളുകൾ ഇത് പ്രചരിപ്പിച്ചത്. കെ സുരേന്ദ്രൻ വി മുരളീധരൻ്റെ ആളുകൾ എന്നിട്ടോ അവരുടെ വോട്ട് BJPയുടെ ഒരു ശതമാനം വോട്ട് കടകംപള്ളി സുരേന്ദ്രന് മറച്ചുകുത്തി കൊടുത്തു. അതുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ മണ്ഡലത്തിൽ ഇത്തവണ 10ഓളം വാർഡുകളിൽ BJPയെ വിജയിപ്പിക്കാൻ വേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ ദുർബലരായ സ്ഥാനാർത്ഥിയെ വെച്ചു കൊടുക്കുകയും അവിടെ CPM വോട്ടുകൾ മറച്ചു കൊടുത്ത് BJPയെ വിജയിപ്പിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് നേടിക്കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് എന്നുള്ളതാണ്. ഇത്തവണത്തെ നിയമസഭാ മണ്ഡലത്തിൽ തിരിച്ച് കടകംപള്ളിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ധാരണയിലാണ് BJPക്ക് ഇത്തരത്തിൽ വോട്ട് മറച്ചു കൊടുത്തത് നമുക്കറിയാം. അതിനുശേഷം ശോഭാ സുരേന്ദ്രനെ അവിടെയും നിർത്തിയില്ല. തുടർന്നിട്ട് ഒരു സ്ഥലത്ത് വടക്കാഞ്ചേരിയിലാണെങ്കിൽ വടക്കാഞ്ചേരി തുടർന്ന് മത്സരിപ്പിക്കാൻ കൊടുത്തിരുന്നെങ്കിൽ അവിടെ വടക്കാഞ്ചേരി ശോഭാ സുരേന്ദ്രൻ പിടിച്ചുകൊണ്ടുവരുമായിരുന്നു. പാലക്കാട് മത്സരിച്ച് വലിയ വോട്ട് ഷെയർ ഉണ്ടാക്കിയ ശേഷം അവിടെ BJPക്ക് അടിത്തറ ഉണ്ടാക്കിയ ശേഷം അവരെ അവിടെ മത്സരിപ്പിക്കാൻ തയ്യാറായില്ല. അവിടെ നിന്ന് അവരെ ഓട്ടിച്ചു. പിന്നെ അവർ കഴക്കൂട്ടത്താണ് കാണുന്നത്. കഴക്കൂട്ടത്തിന് മുമ്പ് ആറ്റിങ്ങൽ അവരുണ്ടാക്കിയൊരു ഓളം എന്താണ്? കിടുകിട വിറപ്പിച്ചിട്ടാണ് അവസാനം തോറ്റത്. അതായത് UDFനെയും LDFനെയും ഒരേപോലെ വിറപ്പിച്ചിട്ട് വിറപ്പിച്ച് അവസാനത്തിൽ റൗണ്ടിൽ മാത്രമാണ് രക്ഷപ്പെട്ടു പോയത്. നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്ന CPM നേതാവ്. അല്ലായിരുന്നെങ്കിൽ അന്ന് സമ്പത്ത് തോറ്റുപോകുമായിരുന്നു. അതിനുശേഷം അവിടെ തുടർന്നിട്ട് ആറ്റിങ്ങൽ അവരെ നിർത്തേണ്ടതായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സ്വാഭാവികമായിട്ടും ആറ്റിങ്ങൽ നിർത്തിയിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമായിരുന്നു. അവിടെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ ഓളം വലിയ മുന്നേറ്റം അത് ആരാ മുതലെടുക്കാൻ വന്നത്? പിന്നെ വി മുരളീധരനാണ്. വി മുരളീധരൻ്റെ സീറ്റ് കൊടുത്തു. അവരെ എന്ത് ചെയ്തു? ആലപ്പുഴയ്ക്ക് തട്ടി. ഒരു കാലഘട്ടത്തിലും BJPക്ക് അനുകൂലമായ മണ്ഡലമല്ല CPMൻ്റെ ശക്തി കേന്ദ്രമായ, അല്ലെങ്കിൽ കോൺഗ്രസ് UDF മാത്രം വിജയിക്കുന്ന, അല്ലെങ്കിൽ LDF മാത്രം വിജയിക്കുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. അവിടെ കഴിഞ്ഞ തവണ അവരുണ്ടാക്കിയ ഓളം ഞെട്ടിപ്പോയത് BJP തന്നെയാണ്. 3 ലക്ഷത്തോളം വോട്ടുകളാണ് ആലപ്പുഴ മണ്ഡലത്തിൽ അവർ നേടിയെടുത്തത്. ആ വോട്ടിൻ്റെ ഷെയർ ഒന്ന് നമുക്ക് വായിക്കാം. ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ അരൂരിലൊക്കെ എന്ന് പറഞ്ഞാൽ 10,000 വോട്ടിൽ അപ്പുറത്തേക്ക് BJP കിട്ടാത്ത സ്ഥലമാണ്. മാക്സിമം ആയ 10,000 വോട്ട്. അവിടെ 60,978 വോട്ട് വേണുഗോപാലിന് കിട്ടിയപ്പോൾ CPMൻ്റെ അരൂരിലെ MLA ആയിരുന്ന മുൻ MP കിട്ടിയ എത്ര അറിയോ? 49,962 വോട്ടാണ്. അവിടെ എന്നാൽ BJP 37,491 വോട്ട് നേടി. അതായത് 12,000 വോട്ടിൻ്റെ വ്യത്യാസമുള്ളൂ കോൺഗ്രസും BJPയും തമ്മിൽ. ചേർത്തലയിൽ ആവട്ടെ അവർ 62,701 വോട്ട് കോൺഗ്രസ് നേടിയപ്പോൾ CPM 61,852 വോട്ട് കിട്ടി. BJP 40,474 വോട്ടിലേക്ക് കുതിച്ചു കയറി. ആലപ്പുഴയിൽ 65,718 വോട്ട് കോൺഗ്രസ് നേടിയപ്പോൾ CPM 47,000 വോട്ട് കിട്ടി. തൊട്ടടുത്ത് 35,594 വോട്ട് നേടി BJP തൊട്ടടുത്ത് തന്നെ എത്തി. അമ്പലപ്പുഴ 52,212 വോട്ട് കോൺഗ്രസിനും CPMന് 37,657 BJPക്ക് 37,547. അതായത് വെറും 10 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് CPMും BJPയും തമ്മിൽ ഉണ്ടാക്കിയെടുത്തത്. ഹരിപ്പാട് അവിടെ 48,466 വോട്ട് കോൺഗ്രസ് നേടിയ നമ്മുടെ രമേശ് ചെന്നിത്തല നാട്ടിലാണ് പറയുന്നത്. CPM 41,769 വോട്ട് നേടിയപ്പോൾ കോൺഗ്രസിന് പിന്നാലെ 47,121 വോട്ട് നേടാൻ ആർക്ക് കഴിഞ്ഞു? BJPക്ക് കഴിഞ്ഞു, ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. അതായത് 1000 വോട്ടിൻ്റെ വ്യത്യാസമാണ് അവിടെ ഉള്ളത്. ഇനിയിപ്പോൾ കായംകുളം നോക്കാം. കായംകുളത്താണ് 50,216 വോട്ടാണ്
കോൺഗ്രസ്സിന് കിട്ടിയത്, വേണുഗോപാലിന് കിട്ടിയത്, CPM-ന് 48,020 വോട്ട് കിട്ടിയപ്പോൾ 48,775 വോട്ടായി മാറി കായംകുളത്ത്. അങ്ങനെ കരുനാഗപ്പള്ളി ആവട്ടെ 57,955 വോട്ട് കോൺഗ്രസ്സിനും വേണുഗോപാലും, CPM-ന് 49,030 ആയപ്പോൾ BJPക്ക് 48,839 വോട്ടായി ചുരുങ്ങി എത്തി. ഈ സ്ഥലത്താണ് കായംകുളം കേന്ദ്രീകരിച്ച് ശോഭാ സുരേന്ദ്രൻ പ്രവർത്തിക്കാൻ തയ്യാറായത്. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴിതാ അവരെ വീണ്ടും വെട്ടിമാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അവിടെ കായംകുളം പിണറായി വിജയൻ ശോഭാ സുരേന്ദ്രനെ വെട്ടിമാറ്റാൻ വേണ്ടി തുഷാർ വെള്ളാപ്പള്ളിയെ കൊണ്ട് ആ സീറ്റ് ചോദിപ്പിച്ചിരിക്കുന്നു. അവിടെ ഈടവർക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്, അതുകൊണ്ട് അവിടുന്ന് ശോഭാ സുരേന്ദ്രനെ മാറ്റണം എന്ന് പറഞ്ഞു വന്നിരിക്കുകയാണ്. അരൂരിലേക്ക് കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ അരൂരിലാണ് അവസാനം ശോഭാ സുരേന്ദ്രനെ കൊണ്ട് എവിടെ വിട്ടാലും BJPയുടെ സന്നദ്ധ പ്രവർത്തക എന്ന നിലയിൽ, RSSൻ്റെ ചെറുപ്പകാലം മുതലുള്ള പ്രവർത്തക എന്ന നിലയിൽ അവർ അനുസരിക്കും, ഡിസിപ്ലിൻ പാലിക്കുന്ന നേതാവാണ്. പക്ഷേ കേരളത്തിൽ ഈ BJP നടത്തുന്ന ഈ കസർത്ത് ലോകം മുഴുവൻ അറിയുന്നില്ലേ, കാണുന്നില്ലേ, ജനങ്ങൾ കാണുന്നില്ലേ? എന്തിനാണ് ഈ ധീരവനിതയെ പിണറായി വിജയനെതിരെ ശക്തമായി പോരാട്ടം നടത്തുന്ന, ഇന്ന് കേരളത്തിൽ പിണറായി വിജയനെതിരെ BJPയിൽ ഏറ്റവും ശക്തമായി പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് പോരാട്ടം നടത്തുന്ന, വിട്ടുവീഴ്ചയില്ലാതെ പോരാട്ടം നടത്തുന്ന ഒരേ ഒരാളുള്ളൂ, അത് ശോഭാ സുരേന്ദ്രനാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ BJP സംസ്ഥാന പ്രസിഡൻ്റായിട്ട് കൃത്യമായി വരേണ്ടിരുന്നത് ശോഭാ സുരേന്ദ്രനായിരുന്നു. എന്നാൽ V മുരളീധരനും K സുരേന്ദ്രനും എല്ലാവരും കൂടി, കൃഷ്ണദാസ് എല്ലാം കൂടി ഡൽഹിയിൽ പോയി പറഞ്ഞു ശോഭാ സുരേന്ദ്രനെ ആക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പോയി അവിടെ പറഞ്ഞു. അവസാനം രാജീവ് ചന്ദ്രശേഖരനെ അവരാണ് കൊണ്ടുവന്നത്. രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് എന്താ ചെയ്തത്? രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് പഴയ നേതാക്കന്മാരെ എല്ലാവരും മാറ്റി. ഒരു തരത്തിൽ അവർക്ക് സ്വാധീനമുണ്ടാക്കുന്ന ഒരു കാര്യത്തിനും തയ്യാറായില്ല. 30 ജില്ലാ പ്രസിഡന്റുമാർക്ക് പ്രാധാന്യം കൊടുത്തു. അവരുമായിട്ട് മാത്രം ഒരു കോർപ്പറേറ്റ് കമ്പനി മാതിരിയിട്ടാണ് പ്രവർത്തനം നടത്തിയത്. അങ്ങനെ ശോഭാ സുരേന്ദ്രനൊക്കെ രാജീവ് ചന്ദ്രശേഖരനോട് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ ആരെടുത്ത് പോകണം? അവിടെ ഒരു സുരേഷ് എന്ന് പറയുന്ന അഴിമതിക്കാരനായ, ഇപ്പം ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതിയായ, 43 ലക്ഷം രൂപ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതിയായ, ധാരാളം സ്ത്രീകളുടെ പരാതികളുള്ള ഒരു ആളെ അടുത്തേക്കാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് എന്തെങ്കിലും കാര്യം നേടണമെങ്കിൽ അവർ ഒരു നിർദ്ദേശം കൊടുക്കും. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഇന്ന സ്ഥലത്ത് പോയി പ്രചരണം നടത്ത്, അതിനെ പ്രചരണ തൊഴിലാളിയാക്കി മാറ്റി, പ്രസംഗ തൊഴിലാളിയാക്കി മാറ്റിയാൽ ശോഭാ സുരേന്ദ്രനെ. മാത്രമല്ല K സുരേന്ദ്രനും V മുരളീധരനും എല്ലാവരും അതുപോലെയാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം സുരേഷ് വഴി, അഡ്വക്കേറ്റ് സുരേഷ് എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി വഴി എല്ലാവരെയും ഒതുക്കി പഴയകാല നേതാക്കന്മാരെല്ലാം മൂലക്കിരുത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ 5% വോട്ട് BJPക്ക് കുറഞ്ഞ. തിരുവനന്തപുരത്ത് CPM 16 മണ്ഡലങ്ങളിൽ പിണറായി വിജയന് അമിത്ഷായുമായുള്ള ധാരണ 16 വാർഡുകളിൽ വോട്ട് മറിച്ച് BJP കൊടുത്തില്ലായിരുന്നെങ്കിൽ BJP തിരുവനന്തപുരത്ത് വിജയിക്കുമായിരുന്നില്ല. കാടടച്ച് പ്രചരണം നടത്തിയിട്ടും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവസാനം എന്താ ചെയ്തത്? നമ്മുടെ ശ്രീലേഖയെ, ഇന്നലെ വരെ ഒരു കൊല്ലം മുമ്പ് മാത്രം വന്ന ശ്രീലേഖയെ അവിടുത്തെ മേയറാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവസാനം എല്ലാ ഗ്രൂപ്പുകളും കൂടി വെട്ടിമാറ്റി രാജീവ് ചന്ദ്രശേഖരനെ മൂലക്കിരുത്തി എന്നുള്ളതാണ് ഇതുവരെയുള്ള ചരിത്രം. എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കാത്തത്? ഇന്നലെ വന്ന ശ്രീലേഖയ്ക്ക് സ്ഥാനം കൊടുക്കുക ഒരു മുൻ DGP ആയതുകൊണ്ടാണോ? അല്ല. ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അവർ പോലീസ് ഓഫീസറുടെ ആ ധാർഷ്ട്യം അഹങ്കാരവും അണികളോട് കാണിച്ചോളും. അവിടെ അവരടങ്ങി ഒതുങ്ങിയതോളും. കാരണം അവർക്ക് അമിത്ഷായിലും അതേപോലെ നരേന്ദ്രമോദിയിലും വിശ്വാസമുണ്ട്. നരേന്ദ്രമോദിയിലെ വിശ്വാസമുള്ള BJP പ്രവർത്തകർ ഒറ്റക്കെട്ടായി ആരെന്ത് പറഞ്ഞാലും നിൽക്കും. ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ ശ്രീലേഖ IPSനോട് കാണിച്ച ഒരു മര്യാദയെങ്കിലും ശോഭാ സുരേന്ദ്രനോട് കാണിച്ചിട്ടുണ്ടോ? ഇപ്പം ശോഭാ സുരേന്ദ്രൻ ഒരു ദുഃഖപുത്രിയാണ് സത്യത്തിൽ BJPയിൽ. എന്നും വെട്ടേറ്റുകൊണ്ടിരിക്കുന്ന ഒരു ദുഃഖപുത്രി. അവരെ എവിടുന്ന് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വെട്ടിമാറ്റാം. ഓരോ സ്ഥലത്ത് കൊണ്ടിടുമ്പോഴും അവിടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കും. ആലപ്പുഴയിൽ ഉണ്ടാക്കിയ വോട്ട് ഷെയർ, ആറ്റിങ്ങലിൽ ഉണ്ടാക്കിയ കുതിച്ചുകയറ്റം, BJPക്ക് ഉണ്ടാക്കിയ കുതിച്ചുകയറ്റം, അതേപോലെ പാലക്കാടും വടക്കാഞ്ചേരിയിലും കഴക്കൂട്ടത്തുമെല്ലാം അവരുണ്ടാക്കിയ ഓളങ്ങൾ, അതിനു മാതിരി മറ്റൊരു നേതാവ് BJPയിലുണ്ടോ? BJPയിലെ ഝാൻസി റാണി എന്ന് അണികൾ ആവേശപൂർവ്വം വിളിക്കുന്ന, പിണറായി വിജയനെതിരെ ഏത് സ്ഥലത്ത് പോയിട്ട്, ധർമ്മടത്ത് പോയിട്ടും മട്ടന്നൂർ പോയിട്ടും വെല്ലുവിളിക്കുന്ന ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു നേതാവിനെ പോലെ വേറൊരു നേതാവിനെ കിട്ടാൻ BJPയിൽ കഴിവുണ്ടോ? അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ അവർ വെട്ടിമാറ്റും. പുരുഷ മേധാവിത്വമാണ് BJPയിൽ നടക്കുന്നത്. ഇപ്പോൾ അവിടെ സ്ത്രീകൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. ശോഭാ സുരേന്ദ്രൻ എന്തൊക്കെ പറഞ്ഞാലും
സുരേന്ദ്രൻ ഒരു പരിധി വരെ അംഗീകരിച്ചിരുന്നു. അംഗീകരിച്ച് അവരെ മെല്ലെ അവസാന കാലഘട്ടത്തിൽ അംഗീകരിച്ച് അവർ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിരുന്നു. കാരണം ശോഭാ സുരേന്ദ്രൻ്റെ പ്രവർത്തനങ്ങൾ അത്രയ്ക്കും മതിപ്പ് ഉണ്ടാക്കിയിരുന്നു കേരളത്തിൽ BJPക്ക്. എന്തായാലും ശോഭാ സുരേന്ദ്രനെ ഏറ്റവും അവസാനം വീണ്ടും വെട്ടിമാറ്റാൻ BJP നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ വാർത്തകളാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അത് അവസാനം പല ചാനലുകളും പ്രസിദ്ധീകരിച്ച ചാനൽ ലിസ്റ്റിൽ പറയുന്നത് അരൂരിൽ ശോഭാ സുരേന്ദ്രനാണ് മത്സരിക്കാൻ പോകുന്നത്. അതായത് കായംകുളത്ത് അവർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി എല്ലാം ശരിയാക്കി കൊണ്ടുവരുമ്പോൾ അവിടെ കഴിഞ്ഞ വർഷം ലോക്സഭാ ഇലക്ഷനിൽ അവർ 57,785 വോട്ടോളം പിടിച്ചു. അത് ജന രണ്ടാം സ്ഥാനത്തെത്തി. ഒന്നാം സ്ഥാനം വേണുഗോപാൽ ആയതുകൊണ്ട് മാത്രമാണ് അവിടെ കോൺഗ്രസിന് കിട്ടിയത്. രണ്ടാം സ്ഥാനത്തെത്തി. ആ ശോഭാ സുരേന്ദ്രൻ അവിടെ കൃത്യമായി വർക്ക് ചെയ്താൽ തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ അവിടെ വിജയിക്കുമെന്ന് അറിയുന്ന നേതൃത്വം നേരെ തുഷാർ വെള്ളാപ്പള്ളിയെ കൊണ്ടിട്ട് അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. ഇപ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്രാവശ്യം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും അധികം വോട്ട് ഷെയർ ഉണ്ടാക്കിയിട്ടുള്ളത് BJP വോട്ട് ഷെയർ ഉണ്ടാക്കിയിട്ടുള്ള 22% വോട്ട് ഷെയർ ഉണ്ടാക്കിയത് ആലപ്പുഴയിലാണ്. 8 പഞ്ചായത്തുകൾ അവർ ഒറ്റയ്ക്ക് ഭരണം നേടി. പ്രത്യേകിച്ച് ചെങ്ങന്നൂരിൽ മാത്രമാണ്, അവിടെയുള്ള ചില പഞ്ചായത്തുകൾ മാത്രമാണ് BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അതവിടെ കുറച്ച് നിലനിർത്തി എന്നുള്ളതല്ല, വേറെ എല്ലാ സ്ഥലത്തും ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ ശക്തമായ മുന്നേറ്റമാണ് ആലപ്പുഴയിൽ ഇപ്പോൾ BJPക്ക് 8 പഞ്ചായത്തുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞത്. വേറെ ആരുടെയും പ്രവർത്തനമല്ല, അത് ശോഭാ സുരേന്ദ്രൻ്റെ അതാണെന്ന് കൃത്യമായി നമുക്ക് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും. വസ്തുതകളെ വെച്ച് നോക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെ ഇത്രയും ശക്തയായ ഒരു നേതാവിനെ എന്തിനാണ് BJP വെട്ടിമാറ്റുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. അവർ ഈ പിണറായി വിജയനോട് ഏറ്റുമുട്ടുന്നതുകൊണ്ടാണോ? പിണറായി വിജയനെതിരെ ശക്തമായി വിളിച്ചു പറയുന്നതുകൊണ്ടാണോ? പിണറായി വിജയൻ കള്ളനാണെന്നും പെരുങ്കള്ളനാണെന്നും തട്ടിപ്പുകാരനാണെന്നും അവർ തിരുട്ട് കുടുംബമാണെന്നും കൃത്യമായി പറയുന്നതുകൊണ്ടാണോ? അവർ ജയിലിൽ അടയ്ക്കുമെന്ന്, പിണറായി വിജയനെ ജയിലിലടയ്ക്കുമെന്ന് കൃത്യമായി പറയുന്നതുകൊണ്ടാണോ? അതാണോ ഈ നേതാക്കന്മാർക്ക് കലിപ്പ്? കാരണം ഇവരെല്ലാവരും പിണറായി വിജയനോട് ധാരണയാണ്. പിണറായി വിജയനോട് അച്ചാരം വാങ്ങിയിട്ടാണ് BJP ഒറ്റ കൊടുക്കുന്നത്. അവസാനം ഒറ്റ സീറ്റില്ലാത്ത പാർട്ടിയായിട്ട് കഴിഞ്ഞ തവണ നിയമസഭയിൽ മാറി. ലോക്സഭയിലും തദൈവ വാപ്പാടെ സുരേഷ് ഗോപിയുടെ ഒരു വ്യക്തിപ്രാവണ്യം കൊണ്ട് മാത്രം വിജയിച്ചു പോയ തൃശ്ശൂർ, ഇപ്രാവശ്യം തൃശ്ശൂർ കണ്ടില്ലേ പൊട്ടിത്തകർന്ന് തരിപ്പണമായത്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. സുരേഷ് ഗോപിക്ക് അത്ര പബ്ലിസിറ്റി ഒന്നും വേണ്ട. സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഒരു മണ്ണാങ്കട്ടയുമല്ല. എങ്ങനെയാണോ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനുണ്ടാകുന്ന അനുഭവം, അതിനേക്കാൾ ഭീകരമാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ BJP നേതാക്കന്മാർ നടത്തിയിട്ടുള്ള. പ്രത്യേകിച്ചും അഡ്വക്കേറ്റ് സുരേഷ് തൃശ്ശൂരിൽ പോയി അവിടെ എങ്ങനെ BJPയെ തോൽപ്പിക്കാം, എന്നിട്ട് സുരേഷ് ഗോപിയുടെ ശക്തി എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളത് കൃത്യമായി പ്ലാൻ ചെയ്ത് പ്രവർത്തിച്ചു. അതുവഴിയാണ് ഇത്തവണ BJP തകർന്ന് തരിപ്പണമായത് തൃശ്ശൂരിൽ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിവിശദമായി തന്നെ നാളെ നമുക്ക് വീഡിയോ ചെയ്യാം. നന്ദി, നമസ്കാരം.